ന്യൂ ഇയർ അടുക്കാറായതുകൊണ്ട് ഷിയുവിൻ്റെ ഓഫീസിൽ എല്ലാവരും ന്യൂ ഇയറിൻ്റെ ലീവിന് പോകുന്നതിന് മുമ്പ് തങ്ങളുടെ ജോലിയൊക്കെ ചെയ്ത് തീർക്കാനുള്ള തിരക്കിലാണ്. ഇതിനിടയിലാണ് ഹൂഷു ഷിയുവിൻ്റെ അടുത്ത് നിന്നിട്ട് എല്ലാ ന്യൂ ഇയറിനും അവളുടെ പേരൻസ് കൂടി ന്യൂ ഇയർ ആഘോഷിക്കാനായി വീട്ടിലേക്ക് വരാറുണ്ട്, അവിടെയാണ് ഒരുമിച്ച് ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാറുള്ളത് എന്നൊക്കെ പറയുന്നത്. അവൻ വിചാരിച്ചത് അവൻ അവിടെ ഉള്ളതുകൊണ്ട് അവർക്ക് ഫാമിലിയായിട്ട് ഒത്തുകൂടാൻ ബുദ്ധിമുട്ടുണ്ട് എന്നാണ്. ന്യൂ ഇയർ ദിവസം എന്തായാലും ഞാൻ അവിടെ കാണുകയില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഒരുമിച്ച് സമയം ചെലവഴിച്ചോളാൻ പറഞ്ഞിട്ട് അവൻ പോകുന്നു. പക്ഷേ ഹൂഷു ഉദ്ദേശിച്ചത് അതായിരുന്നില്ല. അവനെ കൂടി സെലിബ്രേഷന് ഉൾപ്പെടുത്താനായിരുന്നു അവൾ ആഗ്രഹിച്ചത്. അതിന് ശരിക്കാനുള്ള ടൈം കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അവനിങ്ങനെ പറഞ്ഞിട്ട് പോകുന്നതിനാൽ അവൾ പിന്നെ അവനെ വിളിക്കുന്നില്ല. അങ്ങനെ ന്യൂ ഇയർ ദിവസമായിരിക്കുന്നു. ഹൂഷുവിൻ്റെ പേരൻസ് സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് അവളുടെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. ആ ലൈനിലുള്ളവരൊക്കെ പല രീതിയിൽ ആഘോഷങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹൂഷുവിൻ്റെ അച്ഛൻ പരിചയക്കാർക്കെല്ലാം സ്വീറ്റ്സ് ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട്. താങ്ങുകയും വാങ്ങും എന്തായാലും ന്യൂ ഇയറിന് ഒന്നിച്ചാണ് രണ്ടുപേരും കൂടി ഹൂഷുവിനെ വീഡിയോ കോൾ ചെയ്ത് അവളുടെ ഫാമിലിയുമായിട്ട് സംസാരിക്കുന്നു. അതേപോലെ തന്നെ അവൾ സാഹുയുടെ വീട്ടിലാണ്, അവിടെ ഫാമിലിയുമായിട്ട് അവരും സംസാരിക്കുന്നുണ്ട്. ഷിന്നിൻ്റെ വീട്ടിൽ ഷിയുവിൻ്റെ അമ്മയും അച്ഛനും കൂടി ന്യൂ ഇയറിൻ്റെ പ്രിപ്പറേഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. ഷിയുവിൻ്റെ അമ്മ അവനെ കൂടി ഡിന്നറിന് ക്ഷണിച്ചിട്ടുണ്ട്. അവൻ എത്തുമെന്ന് തന്നെയാണ് അവരുടെ പ്രതീക്ഷ. ആരോ കോളിംഗ് ബെൽ അടിച്ചപ്പോൾ ഷിയു ആയിരിക്കും എന്ന് കരുതി അവർ സന്തോഷത്തോടെ വാതിൽ തുറക്കാനായി പോകുന്നുണ്ട്. പക്ഷേ ഷിയു ഈ സമയത്ത് അവൻ്റെ അച്ഛനൊപ്പം വർക്ക് ചെയ്തിരുന്ന അങ്കിൾ ഷൂവിൻ്റെ അടുത്തേക്ക് പോയിരിക്കുകയായിരുന്നു. അമ്മ നാട്ടിലില്ലാത്തതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ന്യൂ ഇയർ ദിവസം അവൻ ഈ അങ്കിളുടെ അടുത്തേക്കാണ് പോകാറുള്ളത്. അവൻ വിശ്വസിക്കുന്നത് പോലെ തന്നെ അവൻ്റെ അച്ഛൻ ആ ആക്സിഡൻറ്റിൽ നിരപരാധിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഈ അങ്കിൾ ഷൂ. ചെറുപ്പത്തിൽ അവന് വളർന്ന് നല്ലൊരു നിലയിലെത്തിയ ശേഷം അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിക്കാൻ വേണ്ട കരുത്ത് നേടിയെടുക്കണം എന്നൊക്കെ ഉപദേശം നൽകിയതൊക്കെ ഇദ്ദേഹമായിരുന്നു. ഷിയുവിൻ്റെ അമ്മ വലിയ പ്രതീക്ഷയോടെ ചെന്ന് വാതിൽ തുറന്നപ്പോൾ ഒരു ഡെലിവറി ബോയിയാണ് കണ്ടത്. ഷിയു എത്താൻ പറ്റാത്തതുകൊണ്ട് കുറേ ഗിഫ്റ്റ് അവർക്ക് വേണ്ടി കൊടുത്തയച്ചിരുന്നു. ഈ സമയത്ത് തന്നെ എനിക്ക് എത്താൻ സാധിക്കില്ല, ഗിഫ്റ്റൊക്കെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് അവൻ അമ്മയ്ക്ക് മെസ്സേജ് അയക്കുകയും ചെയ്യുന്നുണ്ട്. ഷിയു ഈ സമയം അങ്കിൾ ഷൂവിനോടൊപ്പം ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. അവൻ അദ്ദേഹത്തിനും കുറേ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അവൻ ലൈം ആൻഡ് ഡിസൈൻ കോമ്പറ്റീഷനിൽ വിജയിച്ച കാര്യമൊക്കെ അദ്ദേഹം ടി വിയിലൂടെ അറിഞ്ഞിരുന്നു. അദ്ദേഹം അവനെ അതിനെ അഭിനന്ദിക്കുന്നു. പിന്നെ ചെറുപ്പത്തിൽ പ്രതികാരം ചെയ്യുന്ന കാര്യമൊക്കെ അവനോട് പറഞ്ഞിരുന്നെങ്കിലും അന്ന് അങ്ങനെ പറഞ്ഞത് തെറ്റായി പോയെന്ന് ഇപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ്റെ ജീവിതം ഇങ്ങനെ പ്രതികാരം ചെയ്യുന്നതിന് വേണ്ടി നശിപ്പിച്ചു കളയാതെ സന്തോഷം കണ്ടെത്താൻ ശ്രമിക്കണം. അവനും സന്തോഷത്തോടെ ഒരു ജീവിതവുമായി മുന്നോട്ട് പോകാൻ നോക്കണം എന്നൊക്കെ അങ്കിൾ അവനെ ഉപദേശിക്കുന്നുണ്ട്. പക്ഷേ അദ്ദേഹം പറയുന്നത് പോലെ അച്ഛന് സംഭവിച്ചതൊക്കെ മറന്നിട്ട് ഒരു സന്തോഷം കണ്ടെത്താൻ ഷിയുവിന് ആഗ്രഹമുണ്ടായിരുന്നില്ല. അച്ഛൻ്റെ നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം മാത്രം ജീവിതത്തിൽ സന്തോഷിക്കണമെന്നാണ് അവൻ ഇപ്പോഴും ആഗ്രഹിക്കുന്നത്. കുറേ സമയം അങ്കിളിനൊപ്പം ചെലവഴിച്ച ശേഷം അവൻ തിരികെ പോകുന്നു. അവൻ തിരികെ ചെല്ലുമ്പോൾ ആ ലൈനിലുള്ള കുറേ കുട്ടികൾ ന്യൂ ഇയറിൻ്റെ വിളക്കുകളൊക്കെ ആയിട്ട് ഓടി നടക്കുകയായിരുന്നു. ഒരു കുട്ടി അവനും ഒരു വിളക്ക് സമ്മാനിക്കുന്നുണ്ട്. അതുമായിട്ടാണ് അവൻ റൂമിനടുത്തെത്തിയത്. അപ്പോഴാണ് ഹൂഷുവിൻ്റെ പേരൻസ് അവിടെ കാണുമല്ലോ, വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ടല്ലോ എന്ന് അവൻ ചിന്തിക്കുന്നത്. അങ്ങനെ തിരികെ പോകാൻ തുടങ്ങുന്നുണ്ടെങ്കിലും ആ സമയത്ത് ഹൂഷുവിൻ്റെ അച്ഛൻ മുകളിലത്തെ വിൻഡോയുടെ അടുത്ത് നിന്ന് അവനെ കാണുന്നു. അങ്ങനെ ഹൂഷുവിനോടും പറയുന്നുണ്ട്. അവരുടെ നിർബന്ധത്തിന് വഴങ്ങി അവനകത്തെ കയറി ചെല്ലേണ്ടി വരുന്നു. അവൻ്റെ കയ്യിലിരിക്കുന്ന ആ വിളക്ക് തനിക്ക് വേണ്ടി കൊണ്ടുവന്നതായിരിക്കുമെന്നായിരുന്നു ഹൂഷു കരുതിയത്. അത് തരാൻ പറഞ്ഞിട്ടാണ് അവൾ അവനെ അകത്തേക്ക് വിളിച്ചത്. വാതിൽക്ക വരെ ചെന്ന് അത് അവളെ ഏൽപ്പിച്ചിട്ട് അവൻ തിരികെ പോകാൻ തുടങ്ങുന്നുണ്ട്. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഇനിയിപ്പോൾ ഒരുമിച്ച് സെലിബ്രേറ്റ് ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അവളുടെ അച്ഛൻ അവനെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. നന്നായി ട്രീറ്റ് ചെയ്യുന്നുമുണ്ട്. അവൻ ബോസാണെന്ന് അറിഞ്ഞ സമയത്ത് ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ അദ്ദേഹം പ്രതികരിച്ചത്. ഇപ്പോൾ അച്ഛൻ്റെ ആറ്റിറ്റ്യൂഡ് മാറിയത് ഹൂഷുവിനെ തന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ട്. അവൾ അമ്മയ്ക്കൊപ്പം അടുക്കളയിൽ ഹെൽപ്പ് ചെയ്യുകയാണ്. അവിടുത്തെ ആ ഫാമിലി അറ്റ്മോസ്ഫിയർ ഷിയുവിന് ശരിക്കും ഇഷ്ടപ്പെടുന്നുണ്ട്. അവന് വർഷങ്ങളായിട്ട് അങ്ങനെയുള്ള കുടുംബ അന്തരീക്ഷമൊന്നും കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ട് മിസ് ചെയ്തതെന്തോ കിട്ടിയതുപോലെ ഒരു ഫീലാണ് അവന് തോന്നുന്നത്. എല്ലാ വർഷവും ന്യൂ ഇയറിന് അവരൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാറുണ്ട്. അതിൽ ഒരെണ്ണത്തിൽ മാത്രം അകത്തെ ഫില്ലിങ് ബ്ലാക്ക് ഷുഗർ കൊണ്ടുള്ളതാണ്. അത് കിട്ടുന്ന ആൾ അടുത്ത വർഷം മുഴുവൻ ലക്കി ആയിരിക്കും എന്നാണ് അവരുടെ വിശ്വാസം. ഇത്തവണ ആർക്കാണ് അത് കിട്ടാൻ പോകുന്നതെന്ന ആകാംക്ഷയോടെയാണ് ഹൂഷു അത് അവർക്ക് മുന്നിൽ കൊണ്ടുവച്ചത്. 4 പേര് 4 പാത്രത്തിലായി അത് കഴിക്കാൻ എടുക്കുന്നു. ഷിയുവിനായിരുന്നു അവർ ഈ പറഞ്ഞ ലക്കി ഫുഡ് കിട്ടിയത്. സത്യത്തിൽ ഹൂഷു മനഃപൂർവ്വം അവന് തന്നെ അത് കൊണ്ടു കൊടുത്തതായിരുന്നു. ആ പാത്രം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് അവൾ ബാക്കിയുള്ളതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു പാത്രമായിരുന്നു അവൻ എടുത്തത് തന്നെ. ഒരുമിച്ചിരുന്ന ഫുഡൊക്കെ കഴിച്ച ശേഷം ഷിയു അവൻ്റെ റൂമിന് മുകളിലുള്ള ആ റൂഫിൽ കയറിയിരിക്കുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ ഹൂഷുവും കുറച്ച് വൈനൊക്കെ ആയിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നു. നേരത്തെ പേരൻസിൻ്റെ മുന്നിലിരുന്ന് രണ്ടുപേരും കുറേ ന്യൂ ഇയർ വിഷസൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ആ സമയത്ത് പറഞ്ഞതൊന്നും ശരിക്കുള്ള ആഗ്രഹങ്ങളായിരുന്നില്ല. കരിയറിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട വിജയങ്ങൾ നേടിയെടുക്കണം, തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിക്കാൻ സാധിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളാണ് ഹൂഷു ഇപ്പോൾ ഇവിടെ ഇരുന്ന് പറഞ്ഞത്. അവൻ്റെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുന്നുമുണ്ട്. അവൻ്റെ അച്ഛൻ്റെ ഇഷ്യൂ സോൾവ് ചെയ്യാനുള്ള ഷിയുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്തണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്ന് അവൻ പറയുന്നുണ്ട്. അവൻ എന്ത് ചോദ്യമാണ് ഉദ്ദേശിക്കുന്നതെന്നോ എന്തുമായി കണക്ട് ചെയ്തിട്ടുള്ളതാണെന്നോ ഒന്നും ഹൂഷുവിന് യാതൊരു ഐഡിയയുമില്ല. പക്ഷേ അവൻ്റെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ അവനെ അത് വല്ലാതെ അലട്ടുന്നുണ്ട് എന്ന് മാത്രം അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് അവനെ സമാധാനിപ്പിക്കുന്നതിന് വേണ്ടി അവൻ്റെ നെറ്റിയിൽ തലോടിക്കൊണ്ട് നീ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട, എന്തായാലും നിന്റെ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താൻ സാധിക്കും എന്ന് പറഞ്ഞ് അവൾ സമാധാനിപ്പിക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നപ്പോൾ
മുമ്പിങ്ങനെ പലതവണ അടുത്ത് വന്നപ്പോൾ കിസ് ചെയ്യാനുള്ള ടെൻഡൻസി തോന്നിയതും ആ മഷ്റൂം കഴിച്ചെന്ന രാത്രി അവനെ കിസ് ചെയ്തതുമൊക്കെ അവൾക്ക് ഓർമ്മ വരുന്നു. ആ ഒരു ടെംപ്റ്റേഷനിൽ അവൾ പെട്ടെന്ന് മുന്നോട്ട് ആഞ്ഞു നിന്നിട്ട് അവനെ കിസ് ചെയ്യാനായി തുടങ്ങുന്നുണ്ട്. പക്ഷേ ഷിയോ അതിന് നിൽക്കാതെ ഒഴിഞ്ഞു മാറുന്നു. അത് ഹൂഷുവിന് വലിയൊരു അടി കിട്ടിയതുപോലെ ആയിരുന്നു. അവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയും ചെയ്യുന്നുണ്ട്. അവൾ പിന്നാലെ ചെല്ലുന്നുണ്ടെങ്കിലും ഡിസൈൻ കോമ്പറ്റീഷൻ കഴിഞ്ഞ സ്ഥിതിക്ക് ഞാൻ കുറച്ച് ദിവസത്തിനുള്ളിൽ ഇവിടെ നിന്ന് താമസം മാറും എന്ന് പറഞ്ഞിട്ട് അവൻ പോകാൻ തയ്യാറെടുക്കുന്നു. അവൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് അവൾ ചോദിച്ചപ്പോൾ എഗ്രിമെൻ്റ് ഞാൻ നേരത്തെ തന്നെ പിൻവലിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവൻ പുറത്തേക്ക് പോകുന്നുണ്ട്. ഹൂഷു ആകെ വിഷമത്തിലാവുന്നുണ്ട്. കാരണം മുമ്പ് പലതവണ അവൻ തന്നോട് ഇഷ്ടമുള്ളതുപോലെ അവൾക്ക് ഫീൽ ചെയ്തിരുന്നു. അതുകൊണ്ടാണ് അവൾ ഇത്ര ധൈര്യത്തോടെ അവനെ കിസ് ചെയ്യാനായി ചെന്നത്. അതിങ്ങനായി തീരുമെന്ന് അവൾ ഒട്ടും പ്രതീക്ഷിച്ചിരുന്നതല്ല. ഷിയോ തിരികെ അവൻ്റെ പഴയ ഫ്ലാറ്റിലേക്ക് പോകുന്നുണ്ട്. ഹൂഷുവിനാണെങ്കിൽ അന്ന് രാത്രി കിടന്നിട്ട് ഉറക്കമേ വരുന്നുണ്ടായിരുന്നില്ല. കുറേ സമയം തിരിഞ്ഞും മറിഞ്ഞും കിടന്ന ശേഷം അവൾ നേരത്തെ സൂചിപ്പിച്ച ആ പാട്ടെടുത്ത് അത് കേട്ടുകൊണ്ട് കിടക്കുന്നു. അങ്ങനെ എപ്പോഴും അവൾ ഉറങ്ങിപ്പോകുന്നുണ്ട്. ന്യൂ ഇയറിൻ്റെ അവധി ആയതുകൊണ്ട് അടുത്ത ദിവസം അവൾക്ക് ഓഫീസിലേക്ക് പോകേണ്ടിയിരുന്നില്ല. പക്ഷേ ഷിയോ അങ്ങോട്ടേക്ക് വരുന്നതുമില്ല. കുറേ സമയം അവനെ വെയിറ്റ് ചെയ്ത് എന്തായിരിക്കും അവൻ വരാത്തത് എന്നൊക്കെ അവളിങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ആരോ വാതിൽ വന്ന് മുട്ടിയത്. അവനായിരിക്കുമെന്ന പ്രതീക്ഷയിൽ അവൾ ചെന്ന് വാതിൽ തുറക്കുന്നു. പക്ഷെ ഗോങ് ആയിരുന്നു വന്നത്. അവൻ്റെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകാനായിട്ട് ഷിയു പറഞ്ഞയച്ചതായിരുന്നു അവനെ. അതറിഞ്ഞപ്പോൾ ഹൂഷുവിന് ഒന്നുകൂടി ദേഷ്യമാവുന്നു. അവൾ വേഗം മുറിയിലേക്ക് ചെന്ന് ഷിയുവിനെ ഫോൺ ചെയ്തിട്ട് എന്താണ് അവൻ ഉദ്ദേശിക്കുന്നത് ചോദിക്കുന്നുണ്ട്. എനിക്ക് കുറച്ച് തിരക്കുകളുണ്ടായിരുന്നു, അതുകൊണ്ട് ഗോങ്ങിനോട് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാൻ ഞാൻ ആവശ്യപ്പെട്ടതാണ് എന്ന് അവൻ പറഞ്ഞപ്പോൾ അതല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, നിനക്ക് പറയാമല്ലോ എന്ന് ഹൂഷു ചോദിക്കുന്നുണ്ട്. അവൾ അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. പക്ഷേ ഷിയു അതിന് മറുപടി ഒന്നും പറയുന്നില്ല. അതുകൊണ്ട് തന്നെ എന്താണ് അവൻ ഉദ്ദേശിക്കുന്നതെന്ന് മനസ്സിലായി എന്ന് പറഞ്ഞ് ഹൂഷു ഫോൺ കട്ട് ചെയ്യുന്നുണ്ട്. ഗോങ് സാധനങ്ങളൊക്കെ പെറുക്കിയെടുത്ത് ഷിയുവിൻ്റെ കയ്യിലുണ്ടായിരുന്ന കീ അവിടെ എടുത്ത് തൂക്കിയിട്ടിട്ട് പോകാൻ തുടങ്ങിയപ്പോഴേക്കും അവൾ ഷിയു നേരത്തെ അവൾക്ക് സമ്മാനിച്ച ആ ഡ്രസ്സ് പാക്ക് ചെയ്ത് അതും കൂടി ഗോങ്ങിൻ്റെ അടുത്ത് കൊണ്ട് കൊടുത്തിട്ട് ഇത് അവൻ്റെ സാധനമാണ് കൊടുത്തേക്കാൻ പറഞ്ഞ് വേഗം വാതിലടയ്ക്കുന്നുണ്ട്. ഷിയു ഇങ്ങനെ ഒരു നിലപാടെടുത്തത് അവളെ ശരിക്കും വിഷമിപ്പിക്കുന്നുണ്ട്. ഗോങ് സാധനങ്ങളൊക്കെ ഷിയുവിൻ്റെ ഫ്ലാറ്റിൽ കൊണ്ടെത്തിക്കുന്നു. അവന് തിരക്കുണ്ടെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു. അവൻ അവിടെ തന്നെ ഫ്രീ ആയിട്ടുണ്ടായിരുന്നു. ആ കൊണ്ടുവന്ന സാധനങ്ങളുടെ കൂട്ടത്തിൽ ഹൂഷുവിൻ്റെ ആ ഡ്രസ്സ് കണ്ടപ്പോൾ അവളുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കുമെന്ന് അവൻ ഊഹിക്കുന്നുണ്ട്. അവൾ നല്ല ദേഷ്യത്തിലായിരുന്നുവെന്ന് ഗോങ് പറഞ്ഞവൻ അറിയുന്നുമുണ്ട്. ഷിയു അന്ന് തന്നെ മറ്റൊരു കാര്യം കൂടി ചെയ്യുന്നുണ്ട്. ഹൂഷു നേരത്തെ മറ്റൊരു മെറ്റീരിയൽ സപ്ലയറെ അന്വേഷിച്ച് കണ്ടെത്തിയിരുന്നല്ലോ. അവിടെ പോയി അതിൻ്റെ ബോസുമായിട്ട് ഷിയു എന്തോ ഒരു ഡീലുണ്ടാക്കുന്നു. തങ്ങളിങ്ങനെ ഒരു ഡീലിൽ ഏർപ്പെട്ട വിവരം മറ്റാരും അറിയാൻ പാടില്ല എന്നൊരു ഇൻസ്ട്രക്ഷൻ കൂടി അവൻ നൽകുന്നുണ്ട്. ന്യൂ ഇയറിൻ്റെ വെക്കേഷനൊക്കെ കഴിഞ്ഞ് തിരികെ ഓഫീസിലെത്തിയ സമയത്ത് അവന് ആദ്യം ഹൂഷുവിനെ ഫേസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അവൾക്കും അവനെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ എന്തായാലും ഇന്ത്യയിലേ പറ്റുള്ളൂ. അതുകൊണ്ട് അവൾ അങ്ങോട്ട് കയറി മിണ്ടുന്നു. അവൻ ആദ്യമേ തന്നെ റെൻറ്റ് ഒന്നിച്ച് പേ ചെയ്തിരുന്നല്ലോ. ഇപ്പോൾ നേരത്തെ താമസം മാറിയതുകൊണ്ട് ബാക്കി കുറച്ച് തുകയുണ്ട്, അത് ഇട്ട് തരാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുക്കുന്നത്. അത് വേണ്ടെന്ന് അവൻ പറയുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ അത് അവൻ്റെ അക്കൗണ്ടിലേക്ക് സെൻഡ് ചെയ്യുന്നുണ്ട്. ഗോങ്ങിൻ്റെ കയ്യിൽ നിന്ന് അവൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് വാങ്ങിയിരുന്നു. ഇത് വളരെ ചെറിയ തുകയല്ലേ, ഇതിൻ്റെ ആവശ്യമില്ലായിരുന്നുവെന്ന് അവൻ പറഞ്ഞപ്പോൾ എനിക്ക് ഇങ്ങനെ കാര്യങ്ങളൊന്നും വ്യക്തതയില്ലാതെ കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ല, എല്ലാം ക്ലിയർ ആയിട്ടിരിക്കുന്നതാണ് ഇഷ്ടം എന്നവൾ പറയുന്നു. അവരുടെ കാര്യത്തെക്കുറിച്ചാണ് അവൾ ഉദ്ദേശിച്ചത്. പക്ഷേ അവൻ എന്തെങ്കിലും മറുപടി പറയുന്നതിന് മുമ്പ് ഷിൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ രണ്ടുപേർക്കും ഒന്നും സംസാരിക്കാനുള്ള ചാൻസ് കിട്ടുന്നില്ല. ഇനി സൂലിങ്ങുമായിട്ട് ചേർന്നാണല്ലോ ഷിയുവിൻ്റെ കമ്പനി പ്രവർത്തിക്കാൻ പോകുന്നത്. ആ ഒരു കോർപ്പറേഷൻ നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഷിൻ ഇങ്ങനെ നേരിട്ട് വന്നിരിക്കുന്നത്. അവിടെയുള്ള ടീം അംഗങ്ങൾക്കൊക്കെ ന്യൂ ഇയർ ഗിഫ്റ്റുമായിട്ടാണ് അവൻ വന്നിരിക്കുന്നത്. അവൻ കൊണ്ടുവന്നിരിക്കുന്ന ഗിഫ്റ്റ് ഓരോരുത്തർക്കായിട്ട് അവനെടുത്ത് സമ്മാനിക്കാൻ തുടങ്ങുന്നു. എല്ലാവരുടെയും ക്യാരക്ടറിനെ കുറിച്ചൊക്കെ നന്നായി പഠിച്ച ശേഷം ചൂസ് ചെയ്തതുപോലെ ആയിരുന്നു ഓരോ ഗിഫ്റ്റും. ഷിയുവിന് പോലും തൻ്റെ സ്റ്റാഫിനെ കുറിച്ച് അത്ര ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻഫർമേഷൻ ഉണ്ടോ എന്ന് സംശയം തോന്നിപ്പോകുന്നുണ്ട്. അത്ര കാര്യമായിട്ടാണ് ഓരോരുത്തരുടെയും ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് അറിഞ്ഞിട്ട് ഷിനി ഗിഫ്റ്റ് വാങ്ങിക്കൊണ്ട് വന്നിരിക്കുന്നത്. ഷിയു ഇതെല്ലാം കണ്ട് മിണ്ടാതെ ഇരിക്കുകയാണ്. ബാക്കി എല്ലാവർക്കും ഗിഫ്റ്റ് നൽകിയ ശേഷം അവസാനം ഷിൻ ഹൂഷുവിനുള്ള ഗിഫ്റ്റ് നൽകുന്നു. പാർട്ടിയുടെ അന്ന് അവൾ സ്വീറ്റ്സ് കഴിക്കുന്നത് കണ്ട് സ്വീറ്റ്സ് അവൾക്ക് ഇഷ്ടമാണ് എന്ന് തോന്നി അന്നത്തെ ഷെഫിനോട് പ്രത്യേകം പറഞ്ഞ് അവൾക്ക് വേണ്ടി തയ്യാറാക്കിയ കുറച്ച് ചോക്ലേറ്റ് ആണിതെന്ന് പറഞ്ഞാണ് ഷിൻ അവൾക്കുള്ള ഗിഫ്റ്റ് നൽകിയത്. ഷിയുവിന് ഇതൊന്നും ഒട്ടും ഇഷ്ടപ്പെടുന്നുണ്ടായിരുന്നില്ല. അവിടെ ഇരിക്കുന്നവരുടെ കൂട്ടത്തിൽ അവന് മാത്രമാണ് ഷിൻ ഗിഫ്റ്റ് കൊണ്ടുവരാതിരുന്നത്. അവൻ്റെ സ്വഭാവത്തെക്കുറിച്ച് അത്ര നന്നായി അറിയില്ല, അതുകൊണ്ടാണ് ഗിഫ്റ്റ് വാങ്ങാതിരുന്നത് എന്നൊരു എക്സ്ക്യൂസ് കൂടി ഷിൻ പറയുന്നുണ്ട്. ഇങ്ങനെയുള്ള സംസാരമൊക്കെ അവസാനിപ്പിച്ചിട്ട് സീരിയസ് ആയിട്ട് കാര്യങ്ങളിലൊക്കെ കടക്കാമെന്ന് പറഞ്ഞ് ഷിയു ആ വിഷയം അവസാനിപ്പിക്കുന്നു. ഫിനാൻസിൻ്റെ കാര്യത്തിൽ രണ്ട് കമ്പനിയും രണ്ടായിട്ട് തന്നെ ആയിരിക്കും പ്രവർത്തിക്കുന്നത്. അവരുടെ ഫിനാൻഷ്യൽ റിപ്പോർട്ട് അധികം വൈകാതെ തന്നെ തനിക്ക് സബ്മിറ്റ് ചെയ്യണം എന്നൊരാവശ്യം ഷിയു മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഷിൻ അത് സമ്മതിക്കുകയും ചെയ്യുന്നു. മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പോകാനായി ഷിൻ ആ ടീം അംഗങ്ങളെല്ലാം ക്ഷണിക്കുന്നുണ്ട്. പക്ഷേ ഷിയുവിന് അതിന് താല്പര്യമില്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് തിരക്കിലാണ്, ഇനിയും കുറേ മീറ്റിങ്ങുകൾ നടത്താനുണ്ട് എന്ന് പറഞ്ഞ് അവനത് നൈസായിട്ട് ഒഴിവാക്കുന്നു. മുന്നോട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഷോയുവാൻ അവിടെയുള്ള ഡിസൈനേഴ്സിനെല്ലാം ഉൾപ്പെടുത്തി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഷിന്നും അതിലുണ്ട്. അക്കാര്യം അറിഞ്ഞു കഴിഞ്ഞ ഉടൻ തന്നെ ഷിൻ ആ ഗ്രൂപ്പിൽ നിന്ന് ഹൂഷുവിൻ്റെ നമ്പർ പ്രത്യേകമായിട്ട് എടുത്ത് WeChatൽ ആഡ് ചെയ്യുന്നു. അവളോട് എല്ലാവരുടെയും മുന്നിൽ വെച്ച് അക്കാര്യം പറയുന്നുണ്ട്.
അവൾക്ക് മാത്രം അങ്ങനെ സ്പെഷ്യൽ കൺസിഡറേഷൻ നൽകുന്നത് എല്ലാവരും ശ്രദ്ധിക്കുന്നു. ഹൂഷുവും ആകെ വല്ലാതെ ആവുന്നുണ്ട്. എന്നാലും ഫോൺ എടുത്ത് അത് അക്സെപ്റ്റ് ചെയ്യുന്നു. ഇന്ന് ഒരുമിച്ച് ലഞ്ച് കഴിക്കാൻ പറ്റിയില്ല, മറ്റൊരു ദിവസം ഒരുമിച്ച് ഫുഡ് കഴിക്കാമെന്ന് അവളോട് പ്രത്യേകമായി പറഞ്ഞിട്ടാണ് ഷിൻ പോയത്. അവൻ്റെ അസിസ്റ്റൻ്റ് കൂടിയായ ഡ്രൈവറാണ് ഷിയുവിൻ്റെ ഓഫീസിലെ സ്റ്റാഫിൻ്റെ ഒക്കെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിയത്. അത് വളരെ നന്നായിട്ട് തന്നെ അവൻ പൂർത്തിയാക്കിയെന്ന് തിരികെ പോകുന്ന വഴി ഷിൻ അവനെ അഭിനന്ദിക്കുന്നുണ്ട്. ഹൂഷുവിനെ കുറിച്ച് മാത്രമായിരുന്നു അയാൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും കിട്ടാതിരുന്നത്. അക്കാര്യം പറഞ്ഞപ്പോൾ അവളെപ്പറ്റി അന്വേഷിക്കേണ്ട കാര്യമില്ല എന്ന് ഷിൻ പറയുന്നുണ്ട്. എന്നിട്ട് അവളുടെ ആ വീചാറ്റിൻ്റെ സ്റ്റാറ്റസ് എടുത്ത് നോക്കുന്നു. തലേദിവസം രാത്രി ഉറങ്ങാതിരുന്ന സമയത്ത് അവൾ കേട്ട പാട്ട് അവൾ സ്റ്റാറ്റസ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഷിൻ എടുത്ത് വെച്ച് കേൾക്കുന്നുണ്ട്. അവൻ ചെന്ന സമയത്ത് ഹൂഷുവും ഷിയും കൂടി നിൽക്കുന്ന ആ ഒരു അറ്റ്മോസ്ഫിയർ കണ്ടപ്പോൾ എന്തോ ഒരു വശപ്പിശുക അവന് ഫീൽ ചെയ്തിരുന്നു. ഇപ്പോൾ ഈ പാട്ട് കൂടി കേട്ടപ്പോൾ അവനത് മനസ്സിലൊന്നുകൂടി ഉറപ്പിക്കുന്നുണ്ട്. ഹൂഷു തിരികെ മീറ്റിംഗ് റൂമിലേക്ക് ചെല്ലുമ്പോഴും ഷിയു അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ഇനി വേറെ കുറേ മീറ്റിംഗ് ഉണ്ട് എന്ന് അവൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. പക്ഷേ അങ്ങനെ മീറ്റിംഗ് ഒന്നും ഉള്ളതായിട്ട് തനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ലല്ലോ. എന്തെങ്കിലും അറിയാതെ പോയതാണോ എന്ന് ഹൂഷു ചോദിക്കുന്നുണ്ട്. ഉടനെ തന്നെ അറിയിക്കാമെന്ന് അവൻ പറയുന്നു. അതോടെ അവളുടെ സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോകുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഷിൻ കൊടുത്ത ആ ഗിഫ്റ്റ് പാക്കറ്റും അവൾ എടുത്തുകൊണ്ട് പോകുന്നു. ഷീവിന് ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല, പക്ഷെ പ്രതികരിക്കാനും പറ്റില്ലല്ലോ.